ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എല്ലായിടത്തേതുപോലെയും ബീഹാറിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നിതീഷ് കുമാറിന് പഴയ ആരോഗ്യമില്ല, പഴയ ഓജസ്സില്ല. ഈ NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന പല സർവേകളിൽ പോലും തേജസ്വി യാദവിനാണ് വ്യക്തിപരമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ. ഒരു വികസന റെറ്ററിക്കാണ്, വേറിട്ട മാതൃകയാണ് ജൻസ്വരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ബീഹാറാണെന്ന് ഓർക്കണം. അവിടെ ജയിച്ചു വരുന്ന പാർട്ടിയുടെ MLA മുഴുവൻ ആ പാർട്ടിയിൽ തന്നെ അടിയുറച്ചു നിൽക്കും എന്ന് ഉറപ്പുവരുത്താനാവില്ല. തൽക്കാലം നിതീഷിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലെത്തുക, പിന്നീട് നിതീഷിനെ ഡംപ് ചെയ്യാം എന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ബീഹാറിന്റെ ഭരണചക്രം തിരിക്കാനിരിക്കുന്ന നേതാക്കളെ നിശ്ചയിക്കുന്നതിൽ നിർണായകതയുള്ള മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരും BJPയുടെ സംസ്ഥാന നേതാക്കളും തേജസ്വി യാദവും ലാലു കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് മത്സരിക്കുന്ന സഹോദരൻ തേജ് പ്രതാപ് യാദവും JDU സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ തുടങ്ങിയവർ ആദ്യഘട്ടത്തിലാണ് ബീഹാറിൽ ജനവിധി തേടുന്നത്. 243 നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകൾ. RJD, കോൺഗ്രസ്, ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും JDU, BJP, ചിരാഗ് പാസ്വാന്റെ LJPയും അടങ്ങുന്ന NDA സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഗോധയിലെ പ്രധാനികൾ. മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻസ്വരാജ് പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോർ ആരുടെ വോട്ടുകൾ ചോർത്തും എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. വലിയ പ്രഖ്യാപനങ്ങളാണ് NDAയും ഇന്ത്യ സഖ്യവും നടത്തിയിരിക്കുന്നത്. ആർക്കാണ് ഇപ്പോൾ മേൽക്കൈ? ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഒപ്പമുണ്ട്. മോഹൻ സാർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ബീഹാർ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളുടെ ശരാശരി എടുത്താൽ NDAക്ക് 110 സീറ്റും മഹാസഖ്യം 98 സീറ്റ് നേടും എന്നതാണ്. പക്ഷേ 2000 മുതൽ 2020 വരെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഭിപ്രായ സർവേകൾ പരിശോധിച്ചാൽ 56% അഭിപ്രായ സർവേകളും തെറ്റിയിട്ടുണ്ട്. 44% സർവേകളാണ് യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നത്. മറ്റിടങ്ങളിൽ അഭിപ്രായ സർവേകളിൽ 70% യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അഭിപ്രായ സർവേകൾ ശരിയാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആർക്കാണ് മേൽക്കൈ എന്ന് ഇപ്പോൾ പറയാറായോ? അഭിപ്രായ സർവേകൾ കൃത്യമായി ഫലം പ്രവചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതീവ സങ്കീർണമാണ് ബീഹാറിൻ്റെ അന്തരീക്ഷം. ഇപ്പോൾ രാഷ്ട്രീയ ജ്യോത്സ്യനല്ല ഞാൻ. അത് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നത് മാത്രം. പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങോട്ടാണ് ബീഹാർ നീങ്ങുന്നത് എന്ന്. പക്ഷെ നോക്കൂ, ബീഹാറിൻ്റെ ഒരു ചിത്രത്തിൽ എന്തുകൊണ്ട് അഭിപ്രായ സർവേകൾ വിജയകരമാകുന്നില്ല? 56% അഭിപ്രായ സർവേകളും തെറ്റുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അതിനുള്ള പ്രധാന കാരണം ബീഹാറിൻ്റെ ഒരു പിന്നാക്ക അവസ്ഥയാണ്. അതൊന്ന്. 2, എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ഡേറ്റ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന എറർ വളരെ വലുതാണ്. അപ്പം ബീഹാറിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകളും ബീഹാറിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ബീഹാർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നായ ജനതാദൾ യുണൈറ്റഡ്, അതിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണല്ലോ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ 10ാം ഊഴത്തിലേക്കാണ് മുഖ്യമന്ത്രി പദത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 9 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത്. ചില ദിവസം ഏതാനും ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെയും പൂർണ്ണമായി ഒരിക്കൽ പോലും ഒരു തുടർച്ചയായി 5 വർഷം നിതീഷ് കുമാറിനെ ഭരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് വന്നും പോയി അധികാര കസേരയിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഇന്ത്യ സഖ്യത്തിനോടൊപ്പവും ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പവും മാറിയും മറിഞ്ഞുമുള്ള ആ ഒരു ചാഞ്ചാട്ടം, അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കും ചായും എന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് കൃത്യമായി BJPക്ക് മേൽക്കൈ ഇപ്പം ഒരുപിടി സർവേകൾ വന്നു. അതിൽ ചില സർവേകളിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്ന് കരുതുന്നുണ്ട്. ചില സർവേകളിൽ കൂടുതൽ സർവേകളിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കാണ് മേധാവിത്വം എന്ന് പറയുന്നു. അതുകൊണ്ട് കൃത്യമായി ഒരു പ്രവചനം നടത്തുക എന്നത് ഈ ഘട്ടത്തിൽ, അത് മാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച കൂടി ബാക്കിയുണ്ട്, ഈ ഘട്ടത്തിൽ അസാധ്യമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ, തേജസ്വി യാദവ് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ
മുൻകാലങ്ങളിലെ ലാലു കാലഘട്ടത്തിലെ ഒരു കാടൻ ഭരണം അല്ലെങ്കിൽ ജംഗിൾ രാജ്, ഇപ്പോൾ സ്ത്രീകൾ വലിയ സുരക്ഷാ ഭീഷണി അനുഭവിച്ചിരുന്ന ഒരു കാലമാണ് അത്. ഗുണ്ടകളുടെ തേരോട്ടമായിരുന്നു, പിടിച്ചുപറി, കൊള്ളിവയ്പ്, ഇതെല്ലാം നിത്യസംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് ആ ജംഗിൾ രാജിലേക്കുള്ള മടങ്ങിപ്പോക്കാവും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്ന രീതിയിൽ BJP അതിശക്തമായ പ്രചരണം നടത്തുന്നു. പക്ഷേ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എല്ലായിടത്തേതുപോലെയും ബീഹാറിൽ മറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിതീഷ് കുമാറിന് പഴയ ആരോഗ്യമില്ല, പഴയ ഓജസ്സില്ല, പഴയ ഒരു കർമ്മകുശലതയുമില്ല. അതുകൊണ്ട് വികസന നായകൻ എന്ന പേരൊക്കെ എടുത്തു, സുശാസൻ ബാബു എന്ന പേരെടുത്തു നിതീഷ് കുമാർ. പക്ഷേ ഇന്ന് അദ്ദേഹം ഗതകാല പ്രതാപത്തിൻ്റെ നിഴൽ മാത്രമാണ്. അതുകൊണ്ട് തേജസ്വി യാദവിനാണ് പല സർവേകളിലും, കൂടുതൽ സർവേകളിലും, ഈ NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന പല സർവേകളിൽ പോലും തേജസ്വി യാദവിനാണ് വ്യക്തിപരമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ. അതിനുള്ള പ്രധാന കാരണം ഇതാണ്. അത് ഇന്ത്യ മുന്നണിയുടെ മെച്ചം എന്നതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യ മുന്നണിക്ക് തേജസ്വി യാദവ് അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ്, മറ്റൊരു സ്ഥാനാർത്ഥിയില്ല മുഖ്യമന്ത്രി പദത്തിലേക്ക്. കോൺഗ്രസ് ക്ലെയിം ഉന്നയിക്കുന്നില്ല. കോൺഗ്രസ് തേജസ്വിയെ പ്രഖ്യാപിക്കാൻ വളരെ വൈകി. അതിനുള്ള പ്രധാന കാരണം തന്നെ ഈ ജംഗിൾ രാജിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും. തേജസ്വി യാദവാണ് മുഖ്യമന്ത്രി പദത്തിൽ വരുന്നതെങ്കിൽ. അത് മാത്രമല്ല, തേജസ്വി യാദവിനെതിരെ തന്നെയുള്ള ചില കേസുകൾ, മുൻകാലത്തെ കേസുകൾ പലതും കെട്ടിച്ചമച്ചതാണെങ്കിൽ പോലും ലാലു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ വേട്ടയാടാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ദോഷമാവുമെന്ന് ചിന്തിച്ചതുകൊണ്ട് കോൺഗ്രസ് അത് ചെയ്തില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ക്ലെയിം. പക്ഷേ തേജസ്വിയുടെ പോപ്പുലാരിറ്റി നമുക്ക് തുച്ഛീകരിച്ച് കാണാൻ ആവില്ല. യാദവ് വോട്ട് ഇപ്പോഴും ഏതാണ്ട് RJDയിലും തേജസ്വി യാദവിലും ഇൻടാക്റ്റ് ആണ്. അപ്പോൾ അവർക്ക് ആകർഷിക്കാൻ കഴിയുന്ന മുസ്ലിം വോട്ടുകൾ അവിടെയും കാര്യമായി വീഴില്ല. അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ചില വോട്ടുകൾ പിളർത്തി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകാം. അത് ഇന്ത്യ മുന്നണിക്ക് ദോഷകരമായി വരാം, അത് മറക്കുന്നില്ല. പക്ഷേ യാദവ് മുസ്ലിം കോമ്പിനേഷൻ, പിന്നെ തേജസ്വി യാദവ് വലിയ തോതിൽ യുവാക്കളെ ആകർഷിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ ലഭിക്കുന്നത് തേജസ്വി യാദവിനും, അതേസമയം മുന്നണി എന്ന നിലയിൽ ഏറ്റവും അധികം പിന്തുണ ലഭിക്കുന്നത് NDAയ്ക്കും, അത് ശരാശരിയിൽ കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സങ്കീർണമായ സിറ്റുവേഷനായി കൃത്യമായ ഒരു കോൾ ഇതേക്കുറിച്ച് നടത്താൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് സാർ, ഈ അഭിപ്രായ സർവേകളിലേക്ക് വരികയാണ് എങ്കിൽ NDAയ്ക്കും മഹാസഖ്യത്തിനും വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. SN ന്യൂസ് പോളിന്റെ സർവേ പ്രകാരം NDAയ്ക്ക് 177 സീറ്റാണ് ലഭിക്കുന്നത് എന്നാണ് പ്രവചനം. ന്യൂസ് 1 പോളിന്റെ സർവേ പ്രകാരം 155 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് മഹാസഖ്യത്തിന്. പക്ഷേ പുറത്തു വന്ന മറ്റ് അഭിപ്രായ സർവേ ശരിയായാൽ പോലും ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമില്ല. NDAയ്ക്ക് 12 സീറ്റിന്റെയും മഹാസഖ്യത്തിന് 24 സീറ്റിന്റെയും കുറവാണ് സർവേകൾ പ്രവചിക്കുന്നത്. ജൻസുരാജ് പാർട്ടി അപ്പോൾ ബീഹാറിൽ നിർണായകമാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ നേരിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ പ്രതീതി, അതായത് NDA മുന്നണിയും ഇന്ത്യ മുന്നണിയുടെ ബീഹാർ രൂപമായ മഹാഗഠബന്ധനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം എന്നതാണ് പൊതുവെ ലഭിക്കുന്ന ചിത്രമെങ്കിലും ഒരു പുതിയ പ്ലെയർ വരികയാണ്. അത് ജൻ സുരാജ് പാർട്ടി എന്ന രൂപത്തിൽ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ, മുൻകാലങ്ങളിൽ അദ്ദേഹം ഈ പോൾസ്റ്റർ ആയിരുന്നു, പ്രവചനങ്ങൾ നടത്തുന്ന, സർവേകൾ നടത്തുന്ന ഏജൻസി. അതിനുശേഷം പിന്നെ തന്ത്രങ്ങൾ മെനയുന്ന ആളായിട്ട് മാറി. അദ്ദേഹം സാമാന്യം എല്ലാ പാർട്ടികൾക്കും വേണ്ടി, BJPക്ക് ഉൾപ്പെടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ 1ാം ഊഴത്തിൽ മോദിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടിയും പ്രചരണത്തിൻ്റെ ഒരു 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 നടുനായകത്വം വഹിച്ച, തന്ത്രങ്ങൾ ഒരുക്കിയ ഒരു തന്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടിയും, പിന്നെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടിയും, തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് വേണ്ടിയും എല്ലാം തന്നെ വിജയകരമായി പ്രചരണം നടത്തിയ ആളാണ്. ആകെ പരാജയപ്പെട്ടത് ഈ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഒരു നീക്കം, അത് പരാജയപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ആ വേഷം അഴിച്ചു വെച്ചിട്ട് താൻ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് പാർട്ടിയുമായി പ്ലഞ്ച് ചെയ്യുകയാണ് എന്ന തീരുമാനവുമായി കഴിഞ്ഞ ഒരു വർഷമായി കളം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് യുവജനങ്ങൾക്ക് നൽകുന്നത്, അർബൻ വോട്ടേഴ്സ്, പ്രത്യേകിച്ചും അർബൻ മിഡിൽ ക്ലാസ് വോട്ടേഴ്സ്. അപ്പം ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഒന്നും പ്രത്യേക ടാഗ് ഇല്ലാത്ത, ഐഡന്റിറ്റി പോളിറ്റിക്സ് ലെവലേശം ഏശിയിട്ടില്ലാത്ത രീതിയിൽ ഒരു വികസന റെറ്ററിക്കാണ്, വേറിട്ട മാതൃകയാണ് ജൻ സ്വരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആകൃഷ്ടരാകുന്ന ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അത് വിജയിക്കാൻ തക്ക ഒരു വോട്ടാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ എവിടെ നിന്ന് ചോരും?
ഒരുപക്ഷെ നിതീഷ് കുമാറിന് ലഭിക്കാൻ സാധ്യതയുള്ള BJP ലഭിക്കാൻ സാധ്യതയുള്ള വികസന വോട്ടാവുമോ, അതോ തേജസ്വി യാദവിൻ്റെ ഡൈനമിസത്തിൽ ആകർഷകരാകുന്ന യുവ വോട്ടർമാരാവുമോ അറിയില്ല. അത് കൃത്യമായി എവിടെ നിന്നാണ് വോട്ട് പിടിക്കുന്നത്. അദ്ദേഹത്തിന് ജയിച്ചു വന്ന് മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. 20% പിന്തുണ പല അഭിപ്രായ സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജനസ്വരാജ് പാർട്ടിക്കും അദ്ദേഹത്തിനും ലഭിക്കുന്നു. പക്ഷേ ആ പാർട്ടിയുടെ എത്ര MLA എത്തിക്കാൻ കഴിയും, അത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 243 അംഗ നിയമസഭയിൽ ഒരു 122 സീറ്റുകൾ വേണം ഭരണത്തിലെത്താൻ. ഈ 122 സീറ്റുകൾ രണ്ട് മുന്നണിക്കും ലഭിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ജനസ്വരാജ് പാർട്ടിക്ക് 10-20 സീറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ വലിയ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു അന്തരീക്ഷം അവിടെ സംജാതമാകും. ജനസ്വരാജ് പാർട്ടിക്ക് ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി 25 സീറ്റുകളെങ്കിലും വന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു കാര്യം. അങ്ങനെ ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തെ 10-20 പേരുടെ പിന്തുണയുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. ഇനി അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയതായി രൂപീകരിച്ച പാർട്ടിയിൽ പോലും പിളർപ്പുണ്ടാക്കിയ ഒരു ഭാഗത്തെ ഒരുപക്ഷെ NDA മുന്നണിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ അടർത്തിയെടുത്തുകൊണ്ട് വേണ്ട നമ്പർ തയ്ക്കാൻ സാധിക്കുമോ എന്നറിയില്ല. അതും മാത്രമല്ല സാധ്യത, ഇത് ബീഹാർ ആണെന്ന് ഓർക്കണം. അവിടെ ജയിച്ചു വരുന്ന പാർട്ടിയുടെ MLA മുഴുവൻ ആ പാർട്ടിയിൽ തന്നെ അടിയുറച്ചു നിൽക്കും എന്ന് ഉറപ്പുവരുത്താനാവില്ല. എന്തുകൊണ്ട് പിളർപ്പുകൾ ഉണ്ടായിക്കൂടാ? നോക്കൂ, ഇന്ത്യ മുന്നണിയിൽ എത്ര കക്ഷികളാണ്? വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ലേറ്റസ്റ്റ് ആയിട്ട് എൻട്രി ചെയ്തൊരു കക്ഷിയാണ് അല്ലേ, മുകേഷ് സാഹ്നിയുടെ പാർട്ടി. ആ പാർട്ടിക്ക് കുറച്ച് വോട്ടുകൾ ലഭിക്കാം. ആ പാർട്ടി എന്തുകൊണ്ട് ആ പാർട്ടി മറുപക്ഷത്തേക്ക് ചാഞ്ഞുകൂടായികയില്ല? ആ പാർട്ടി തന്നെ പിളർന്ന് ഒരു വിഭാഗം മറുപക്ഷത്തേക്ക് ചാഞ്ഞുകൂടായികയില്ല. ഒരുപക്ഷെ കോൺഗ്രസിന് പോലും പിളർപ്പിനെ ഭയമുള്ള ഒരു സ്ഥലമാണ് ബീഹാർ. അപ്പം അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. ഇനി മറുപക്ഷത്തും ജനതാദൾ യുണൈറ്റഡ് എന്ന കക്ഷി, ആ കക്ഷിയുടെ ഏറ്റവും ടോപ്പ് ലീഡറാണ് നിതീഷ് കുമാർ. പക്ഷേ രണ്ടാം നിര നേതൃത്വം ആ പാർട്ടിക്കില്ല. രണ്ടാം നിര നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കാനില്ല. നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി പദം തുലാസിലാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ BJPക്ക് നിതീഷിൻ്റെ പാർട്ടിയേക്കാൾ വളരെ കൂടുതൽ സീറ്റ് ലഭിക്കുകയും മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുകയും ചെയ്താൽ, നിതീഷ് കുമാർ വിസമ്മതിക്കുകയും ചെയ്താൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്തിയെടുക്കാനും സാധിക്കും. മഹാരാഷ്ട്രയിലൊക്കെ നമ്മളത് കണ്ടതാണ്. ശിവസേന പിളരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ സാധിക്കും. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടി 29 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഏറെ വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളും അതിലുണ്ട്. അപ്പം അവിടെ ആണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി 6 സീറ്റിൽ മത്സരിക്കുന്നു. മറ്റൊരു പാർട്ടി കൂടിയുണ്ട് BJP സഖ്യത്തിൽ 6 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി. ഇപ്പം ഇതെല്ലാം തന്നെ വിവിധങ്ങളായ പാർട്ടികൾ ചേർന്ന് മത്സരിക്കുമ്പോൾ പഞ്ചപാണ്ഡവരാണെന്നാണ് പറയുന്നത്. 5 പ്രധാന കക്ഷികൾ. ഈ കക്ഷികളാണ് BJPയും JDUവും ഉൾപ്പെടെയുള്ള 5 കക്ഷികൾ ആണ് ബലമെന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പഞ്ചപാണ്ഡവർ ബീഹാർ ഭരിക്കും. പക്ഷേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ, അത് കൂടുതൽ സാധ്യത ഇന്ത്യ മുന്നണിക്ക് വേണ്ട നമ്പറുകൾ സ്വീകരിക്കാൻ ലഭിക്കാതിരിക്കുകയും എന്നാൽ NDA സഖ്യത്തിന് വേണ്ട നമ്പർ തൊട്ട് അടുത്ത് വരെ എത്തുകയും ചെയ്താൽ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികളെയെങ്കിലും അടർത്തിയെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. RJDയിൽ പിളർപ്പുണ്ടാകാൻ എളുപ്പമല്ല. കാരണം കൂടുതൽ സാമാജികരെ എത്തിക്കാൻ സാധ്യതയുള്ള ഇതാണ്. RJDയും BJPയും ഒഴിച്ചുള്ള ഏത് കക്ഷിയും, RJD പ്രതിപക്ഷത്തും BJP ഇപ്പോൾ ഭരണപക്ഷത്തുമാണല്ലോ, ഈ 2 കക്ഷികൾ ഒഴിച്ച് മറ്റേത് കക്ഷിയിലും പിളർപ്പോ മാറ്റങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനില്ല. കോൺഗ്രസിന് BJPയോടൊപ്പം സഹകരിക്കാനാവില്ല. പക്ഷേ കോൺഗ്രസിന് നാടകീയമായി കോൺഗ്രസിന് ചില MLA രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ വീണ്ടും മറുകക്ഷത്ത് പോയി തെരഞ്ഞെടുപ്പ് നേരിടുമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ബീഹാർ ആയതുകൊണ്ട് ഇത് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. ഇത് ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ സങ്കീർണമായ ഒരു ചിത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിൽ ഉരുത്തിരിയുന്നതെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ബീഹാർ. സർ, അമിത്ഷാ കഴിഞ്ഞ ദിവസം ബീഹാറിൽ പറഞ്ഞ ഒരു കാര്യം, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി NDA അധികാരത്തിൽ വരുമെന്നാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിക്കും ബീഹാറിൽ വ്യക്തമായ ഒരു NDA തരംഗമുണ്ടോ? വ്യക്തമായ ഒരു തരംഗമുണ്ട് എന്ന് ഒരു സർവേയും പറയുന്നില്ല. അത് വിശ്വാസയോഗ്യമല്ലാത്ത സർവേകൾ അത് പറയുന്നുവെങ്കിലും മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് കടുത്ത പോരാട്ടം എന്ന മട്ടിൽ തന്നെയാണ് മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഒരു ഫൈറ്ററാണ്. അദ്ദേഹം എപ്പോഴും ഒരു BJP മുന്നണിയുടെ തന്ത്രജ്ഞനാണ്. ഏറ്റവും പാൻ ഇന്ത്യ ലെവലിൽ ഏറ്റവും അധികം തന്ത്രശാലിയായ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്ത്രമൊരുക്കുന്നതിലും തെരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യത്തിന് സീറ്റുകൾ ലഭിക്കാതെ പോവുകയാണെങ്കിൽ ആ സീറ്റുകൾ ഒപ്പിച്ചെടുക്കാനുള്ള തന്ത്രമൊരുക്കുന്നതിലും എല്ലാം തന്നെ അഗ്രഗണ്യനാണ് രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുമോ എന്നതിനെക്കുറിച്ച് വലിയൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം അവസാന ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി ഇന്ന് തത്വത്തിൽ ഇപ്പോൾ BJP അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ചിത്രം അതായിക്കൊള്ളണമെന്നില്ല. ഞാൻ പലയാവർത്തി സൂചിപ്പിച്ചതാണ്, ജനതാദൾ യുണൈറ്റഡിനേക്കാൾ, അതായത് നിതീഷിന്റെ പാർട്ടിയേക്കാൾ ഏറെ കൂടുതൽ എണ്ണം സീറ്റുകൾ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ സീനിയർ പാർട്ട്ണർ എന്നൊരു സ്റ്റേറ്റസ് BJP ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനവും, അതുമാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാർ ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ബീഹാറാണ് ഇനി കുടിശ്ശിക കിടക്കുന്നത്. അതുകൊണ്ട് ബീഹാറിൽ BJPയുടെ വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. നിതീഷ് കുമാറാണ് അതിൽ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്. തൽക്കാലം നിതീഷിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലെത്തുക, പിന്നീട് നിതീഷിനെ ഡംപ് ചെയ്യാം എന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാനാണല്ല. കാരണം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നാളെ കഴിഞ്ഞാലേ അറിയൂ. ആർക്കും അറിയില്ല, എനിക്കും എന്നെ കേൾക്കുന്നവർക്കും അറിയില്ല. പക്ഷേ ബീഹാറിന്റെ സവിശേഷ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിതീഷ് കുമാർ തന്ത്രശാലിയാണ്, ഇപ്പോഴും തന്ത്രശാലി തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നും തന്നെ BJPക്ക് ചെയ്യാനാവില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഓർക്കണം. 273 സീറ്റുകൾ വേണം ഭൂരിപക്ഷത്തിന് ലോക്സഭയിൽ. 240 അംഗ BJPക്ക് ഇപ്പോഴും 33 സീറ്റിന്റെ കുറവുണ്ട്. അത് പരിഹരിക്കുന്നത് ജനതാദൾ യുണൈറ്റഡും രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും ലോക് ജനശക്തി പാർട്ടിയും എല്ലാം ബീഹാറിൽ നിന്ന് കൊടുക്കുന്ന, ജിതൻ റാം ബാഞ്ചിയുടെ പാർട്ടിയും എല്ലാം ബീഹാറിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടും, അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നും ചന്ദ്രബാബു നായിഡുവിന്റെ TDP കൊടുക്കുന്ന പിന്തുണയും എല്ലാമാണ്. ഇതൊന്നും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തട്ടി ആ ടൈറ്റാനിക് മുങ്ങാൻ, കേന്ദ്ര ഗവൺമെന്റ് എന്ന ടൈറ്റാനിക് മുങ്ങാൻ ഒരിക്കലും തന്ത്രശാലിയായ അമിത്ഷായോ നരേന്ദ്രമോദി തന്നെയോ തയ്യാറാവില്ല. അതുകൊണ്ട് നിതീഷിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് BJPയിലെ പ്രധാന കാര്യം. അവിടെ ഒരു പവർ ഷെയറിംഗ്, BJPക്ക് സാമാന്യം പ്രാധാന്യം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പവർ ഷെയറിംഗ് ഉണ്ടാകും. BJP മുന്നണിക്കാണ് മെജോറിറ്റി എങ്കിൽ. ബീഹാറിൽ തെരഞ്ഞെടുപ്പായതോടെ പ്രഖ്യാപനങ്ങൾക്കൊരു പഞ്ഞവുമില്ല. പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. 1 കോടി യുവാക്കൾക്ക് തൊഴിൽ, 125 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം തുടങ്ങിയവയാണ് NDA പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചാണ് മഹാസഖ്യത്തിന്റെയും പ്രകടന പത്രിക. പക്ഷേ ബീഹാറിൽ പ്രധാന ചർച്ചയായി തൊഴിലില്ലായ്മ മാറിയിട്ടില്ലേ? പ്രത്യേകിച്ചും അതിരൂക്ഷമായ തൊഴിലില്ലായ്മ കാരണം ലക്ഷക്കണക്കിന് ബീഹാറുകാരാണ് ഉപജീവനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുന്നത് എന്ന സാഹചര്യത്തിൽ ഇത് വോട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് മറിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ബീഹാറിൽ ഏറെ വികസനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വന്നു എന്ന് ക്ലെയിം ഉണ്ടാകുമ്പോഴും കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട്. പൂർണ്ണമായും ബീഹാർ ദരിദ്രവിമുക്തമായിട്ടില്ല. ഇപ്പം കേരളം ദാരിദ്ര്യവിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അതൊരു എക്സർസൈസാണ്, PR എക്സർസൈസാണ്. ബീഹാറിന് അങ്ങനെയൊന്നും ഈ അടുത്ത ഒരു ഏതാനും വർഷത്തേക്ക് അങ്ങനെ പ്രഖ്യാപിക്കാനാവില്ല. കാരണം അത്രയ്ക്ക് ഡിപ്ലോറബിൾ കണ്ടീഷൻസ് ഇപ്പോഴുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് ബീഹാർ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തൊഴിലില്ലായ്മ വലിയ വിഷയം തന്നെയാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ 1 കോടി ആളുകൾക്ക് തൊഴിൽ എന്ന് പറയുമ്പോൾ 7.5 കോടി വോട്ടർമാരിൽ 1 കോടി ഭവനങ്ങളിലേക്ക് തൊഴിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൻ ചലനങ്ങൾ. പക്ഷേ ഇതെങ്ങനെ ഉറപ്പ്, ഈ വാഗ്ദാനം എങ്ങനെ പാലിക്കാൻ സാധിക്കും? അത്രയധികം തൊഴിൽ ഗവൺമെൻറ് മേഖലയിൽ, പൊതുമേഖലയിൽ എടുത്തു കൊടുക്കാൻ ഉണ്ടാവില്ല എന്നത് സാമാന്യ തത്വം തന്നെയാണ്. അതുകൊണ്ട് ബീഹാറിൻ്റെ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ ഓഫറുകൾ കൊടുക്കുക, അത് ഏറ്റവും അധികം ഒരുതരം വളരെ 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 മ്ലേച്ഛമായ രീതിയിൽ തന്നെ ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് 2 പക്ഷത്തും നിതീഷ് കുമാറും നൽകുന്നു, അതുപോലെ തേജസ്വി യാദവും നൽകുന്നു. അപ്പം ഇത് കൂട്ടിക്കിഴിച്ച് ഹരിച്ചു കുടിച്ചൊക്കെ നോക്കാൻ തക്ക വൈഭവം ബീഹാറിലെ ജനതയ്ക്കുണ്ടോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് 2 ഇടത്തും സാമാന്യം ബാലൻസ്ഡായ രീതിയിൽ ഓഫറുകൾ വരുമ്പോൾ
ഏത് ഓഫർ സ്വീകരിക്കും, ഏത് തള്ളും എന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് പ്രവർത്തകരും നേതാക്കളും എല്ലാം എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം രാഹുലിന്റെ വോട്ട് അധികാര യാത്ര, ഇതൊക്കെ ആളുകൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടാകും? ഇത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാക്കി കൊടുക്കുമോ? ബീഹാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനാവില്ല. ഒന്ന്, നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വെച്ച ഒരു ചിന്തയാണ് ഈ ജാതി സംവരണം. ജാതി സെൻസസ് എടുക്കുന്നു, അതനുസരിച്ച് സംവരണം പുനഃക്രമീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇരുന്നപ്പോഴാണ്. ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പൻ കൂടിയായിരുന്നു ഹ്രസ്വകാലത്തേക്കെങ്കിലും നിതീഷ് കുമാർ. പല ചാഞ്ചാട്ടങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഇന്ത്യ മുന്നണിയിൽ ഒന്ന് തലമുക്കിയപ്പോൾ അദ്ദേഹം കൺവീനറായി. ആ സമയത്ത് കൊണ്ടുവന്ന ജാതി സെൻസസ്. പക്ഷേ ജാതി സെൻസസ് വലിയ വിഷയമായി ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം NDA മുന്നണിയിലാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമാണ്. അതൊരു വശം. പക്ഷേ ജാതി സെൻസസിനെ കുറിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും നൽകുന്നത്. തങ്ങൾക്ക് പ്രതിനിധിത്വം അവകാശപ്പെട്ടുകൊണ്ട് നീങ്ങുന്നു. 2, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ദ കോംപ്രിഹെൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ. അപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ മറവിൽ ബീഹാറിൽ 65 ലക്ഷം പേർക്കാണ് വോട്ട് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ കുറെ ആഡ് ചെയ്യപ്പെട്ട് കുറെ നഷ്ടപ്പെട്ടു. എങ്കിലും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് ഏറെ. ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത്? അത് ഇന്ത്യ മുന്നണി താറപ്പിച്ചു പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്താൻ സാധ്യതയുള്ള വോട്ടുകളാണ് ശാസ്ത്രീയമായ ഒരു പ്രക്രിയയിലൂടെ ശാസ്ത്രീയമായി തന്നെ വെട്ടി നിർത്തപ്പെട്ടത് എന്ന് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നു. ആ ആരോപണവുമായിട്ടാണ് വോട്ട് അധികാർ യാത്ര. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നത് മഹാദേവപുരയിൽ ഉൾപ്പെടെ കർണാടകത്തിലെ ലോക്സഭാ മണ്ഡല, ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന മഹാദേവപുരയിൽ ഒരു കൃത്യമായ കണക്കുകളോടുകൂടി രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഇവിടെ ഇന്ന കാരണങ്ങളാൽ ഇന്ന വോട്ടുകൾ എടുത്തു മാറ്റപ്പെട്ടു. അതുപോലെ മഹാരാഷ്ട്രയിലെ ഏതാനും മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഈ പറയുന്ന വോട്ട് ചോരി നടക്കുന്നു. അപ്പോൾ ഈ വോട്ട് ചോരിയും വോട്ട് ചേർക്കലും എല്ലാം തന്നെ BJPക്ക് അനുകൂലമായി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ചെയ്യുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. ആ പ്രഖ്യാപനം 2 ആവർത്തിയായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ട് PowerPoint പ്രസന്റേഷൻ നടത്തി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസ് പാർട്ടിയും RJDയും തമ്മിൽ ചില കല്ലുകടികൾ ഉണ്ടായിരുന്നു. സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെ 61 സീറ്റ് അലോട്ട് ചെയ്തു. ഇപ്പോൾ 59 സീറ്റിൽ മത്സരിക്കുന്നു. പല സീറ്റിലും RJDയുടെ കാൻഡിഡേറ്റ്സും ഉണ്ട്. അത് അവസാന നിമിഷം അത് മാറിക്കൊടുക്കുമെന്ന ധാരണയിലാണ്. എങ്കിൽ പോലും മുന്നണി ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്ന പേരുദോഷം ഇന്ത്യ മുന്നണിയിലുണ്ട്. പക്ഷെ സാമാന്യം കൺസോളിഡേറ്റഡ് ആണ് RJDയും കോൺഗ്രസും. ഇടതുപക്ഷത്തെ 3 പ്രധാന കക്ഷികൾ CPI ML സാമാന്യം വലിയ വേരോട്ടമുള്ള ചില മേഖലകളിൽ ഉള്ള കക്ഷിയാണ്. CPI ML 20 സീറ്റിൽ മത്സരിക്കുന്നു, 10 സീറ്റിൽ മത്സരിക്കുന്നു. CPIയും CPM കൂടെ ചേർത്ത് CPI 6 സീറ്റിലും CPM 4 സീറ്റിലും മത്സരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് 30 സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ഒന്നാണ്. ഇടതുപക്ഷവും കോൺഗ്രസും RJDയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ RJDയും ഇടതുപക്ഷത്ത് നിൽക്കുന്നു, CPM CPIയും എല്ലാം ഇടതുപക്ഷത്തേക്ക്, കോൺഗ്രസ് UDFിൽ നിൽക്കുന്നു. പക്ഷെ ബീഹാറിൽ അങ്ങനെയല്ല. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസ് അവിടെ നേതൃസ്ഥാനത്തല്ല എന്ന് ഓർക്കണം. തേജസ്വി യാദവ് തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ആദ്യം അടിച്ചു നിന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മുൻപ് നടന്ന വോട്ട് അധികാർ യാത്രയിൽ തോളോട് തോൾ ചേർന്ന് നീങ്ങിയ പോലെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇന്നു മുതൽ അത്യുഗ്രമായ പ്രചരണങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും റാലികളുടെ പൊടിപൂരം നടക്കുന്നു. മറുപക്ഷത്തെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും റോഡ് ഷോകളും തേജസ്വി യാദവിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളും മീറ്റിങ്ങുകളും കോർണർ മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നു. അപ്പോൾ തകൃതിയായ ഒരുക്കങ്ങളാണ് 2 പക്ഷത്തും. കോൺഗ്രസിന് പ്രതീക്ഷ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതാപം ചെറിയ തോതിലെങ്കിലും തിരിച്ചു പിടിക്കാൻ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൻ്റെയും ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിൻ്റെയും ചുമലിലേറിയെങ്കിലും തങ്ങളുടെ അസ്തിത്വം നിലനിർത്തണമെന്ന അദമ്യമായ ആഗ്രഹം കോൺഗ്രസിനുണ്ട്.